ഇടപഴകുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് കുറച്ച് വലുതായി വരുന്തോറും ഞങ്ങളെയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ എടുക്കുകയും പാൽ കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളതിന് കൂടുതലായിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ അടുത്തോട്ട് ചെല്ലുമ്പോഴൊക്കെ അത് ഓടി വരുന്നുണ്ട്. പാൽ കുടിക്കുമ്പോഴൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല പരിചയമായി. ഞങ്ങളൊക്കെ ഇപ്പോൾ നല്ല പരിചയമാവുന്നുണ്ട്. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ സാധാരണ കുറച്ച് കഴിയുമ്പോൾ അത് ഉറങ്ങാറാണ് പതിവ്. പിന്നെ അടുത്തത് പാൽ കുടിക്കാറൊക്കെ ആവുന്ന സമയമാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഉണർന്ന് വരും. അല്ലെങ്കിൽ നമ്മുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ ചെല്ലുമ്പോൾ ടൈം അതിന് കൃത്യമായിട്ട് അറിയാം. ആ ടൈമൊക്കെ ആകുമ്പോഴേ തന്നെ അത് കൃത്യമായിട്ട് വന്നിട്ട് പാൽ കുടിക്കാൻ വേണ്ടി എണീറ്റ് വരുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ശീലം, ഉറക്കത്തിൻ്റെ ശീലം. പിന്നെ രാത്രി ഫീഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഉറക്കമായിരിക്കും. പിന്നെ രാവിലെയൊക്കെ തന്നെ അത് ഉണരത്തുള്ളൂ. ഭക്ഷണം ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് 4 നേരമാണ് കൊടുക്കുന്നത്. അതായത് രാവിലെ ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ ഫീഡ് ചെയ്യും. പിന്നെ ഒരു 11:30 കൊടുക്കും. പിന്നെ വൈകുന്നേരം ഒരു 4:30, പിന്നെ രാത്രി ഒരു 9:30-10 മണിക്കകത്ത് കൊടുക്കും. ഇപ്പോൾ ഈ ടൈമിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ 4 നേരമാണ് കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ അത് വലുതായി കഴിയുമ്പോൾ നമ്മൾ ടൈം കുറയ്ക്കും. ഈ 4 എന്നുള്ളത് 3 നേരം ആക്കും. പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ അത് 2 നേരമാവും. പിന്നെ അത് വീണ്ടും 1 നേരത്തിലേക്ക് തിരിച്ചു വരും. അത് ഇറച്ചിയെ കഴിക്കാറാകുമ്പോൾ ഒറ്റ നേരമായി മാറും. അങ്ങനെയാണ് ഇതിൻ്റെ ഫുഡിൻ്റെ ക്രമീകരണം. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അധികൃതർ ഈ സിംഹക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ ഇവർ കൂടുകളിലേക്ക് ഉഷാറോടെ എത്തും. അന്ന് കാണാനായി ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ മൃഗശാലയിൽ നിന്ന് പത്മകുമാറിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്.